ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സംതിങ് ഡിഫറെൻറ്റ്. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈസിയായി സിമ്പിളായി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് കുറച്ച് മസാലപ്പൊടികളും കറിവേപ്പിലയും നമ്മുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള മുട്ടയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മെയിൻ ഘടകമായ ഇഡ്ഡലിപ്പാത്രം നമ്മൾ എന്ത് ചെയ്യണം, അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഇഡ്ഡലിപ്പാത്രം കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ഈ സ്നാക്സിൻ്റെ പേരെന്താണെന്ന്. ഇതിൻ്റെ പേര് ഇഡ്ഡലി മുട്ടയാണ്. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ആ ഓരോ തട്ടിലേക്കും പുരട്ടി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ മുട്ട വീതം ഇതിലേക്ക് പൊട്ടിച്ചു കൊടുക്കുക. ഓരോ തട്ടിലും ഓരോ മുട്ട വീതം ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞ് മൂടി ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഇഡ്ഡലിയുടെ അതേ ഷേപ്പിൽ നമ്മുടെ ഇഡ്ഡലി മുട്ട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തണുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പം നമുക്ക് നേരത്തെ കണ്ട മസാലകളൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതിൻ്റെ മസാല ഒന്ന് ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇഡ്ഡലി മുട്ടയിലേക്ക് ജസ്റ്റ് ഇതൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാനോ ഒരു ചീനച്ചട്ടിയോ നമ്മൾ അടുപ്പത്ത് വെക്കുക. ചൂടാകുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും ചൂടാകുമ്പോൾ നമ്മൾ പുരട്ടി വെച്ച ഇഡ്ഡലി മുട്ടയിലെ മസാല പുരട്ടി വെച്ച ഇഡ്ഡലി മുട്ട എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എണ്ണ കയ്യിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസായ കറിവേപ്പില, ഇത് നിർബന്ധമാണ്. കറിവേപ്പിലയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പം നമ്മൾ കറിവേപ്പില കൂടെ ഇട്ടതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് രണ്ട് സൈഡും കൂടെ അതൊന്ന് നല്ലോണം മുരിഞ്ഞെടുക്കാനാണ്. തീ എന്താക്കുക, ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു മൂടി കൊണ്ട് ഒരു അടപ്പ് കൊണ്ടൊന്ന് മൂടി വെക്കുക. വീണ്ടും ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി നെക്സ്റ്റ് സൈഡിലേക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും, നല്ല മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം മനസ്സിലാവും, നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സാണ്. ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം കേട്ടോ.